ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനാണ് പോകുന്നത്. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് അത്യാവശ്യം സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഒരുപാട് കട്ടിയായിട്ടുള്ള കൂട്ടല്ല തയ്യാറാക്കിയെടുക്കേണ്ടത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. 1 കപ്പ് വെള്ളം എടുത്തിരുന്നു. ഏകദേശം കുറച്ച് വെള്ളം മാത്രമേ ബാക്കിയായിട്ട് വന്നിട്ടുള്ളൂ. ഇനി ഇവിടെ ആവശ്യമായിട്ടുള്ളത് അത്യാവശ്യം പഴുത്ത 2 നേന്ത്രപ്പഴമാണ്. അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് 2 പഴവും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. കളറൊക്കെ മാറി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഈ ഒരു പാകത്തിനായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കരപ്പാനി ഒന്ന് അരിച്ച് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുക്കിൻ്റെ പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു പാകത്തിനായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇലയാണ്. അതുപോലെ തന്നെ കൈ തൊടാനായിട്ട് കുറച്ച് വെള്ളവും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇലയിലെ വെള്ളം നല്ലപോലെ തന്നെ മാറ്റിയെടുത്തതിന് ശേഷം ഒരല്പം കൂട്ടെടുക്കുക. കൂട്ടെടുത്തിട്ട് കൈ ഒരല്പം വെള്ളത്തിലാക്കിയതിന് ശേഷം വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പറ്റുന്നതായിട്ട് തോന്നുമ്പോൾ നമുക്ക് ആ കൈ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നേർത്ത് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിക്ക് ആയതുകൊണ്ട് തന്നെ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മടക്കി വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്കാണ് എല്ലാം തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ വെച്ച് കൊടുക്കുന്ന ഇലയുടെ എല്ലാം തന്നെ ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇഡ്ഡലി തട്ട് വെച്ച് ലെയർ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഫില്ലിങ് നിങ്ങൾക്ക് നേന്ത്രപ്പഴം ഉപയോഗിച്ചും ഇല്ലാതെയും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.